പമ്പയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ചാലക്കയത്തെ രാത്രി 12:30 അപകടം. ശബരിമല തീർത്ഥാടകർക്കും ബസ് ഡ്രൈവർക്കും പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകരുമായി പോയ KSRTC ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നിലയ്ക്കൽ എരുമേലി റോഡിലാണ് സംഭവം. ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരത്തിൽ തട്ടി നിന്നു എന്നുള്ളതാണ്. അത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. വലിയ ദുരന്തം, വലിയ അപകടം അതുവഴി ഒഴിവായി എന്നാണ് വരുന്ന വിവരങ്ങൾ. അങ്ങനെ നിയന്ത്രണം വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരത്തിൽ തട്ടി നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. ഈ രൂപത്തിലാണ് അവിടെ അപകടം ഉണ്ടായത്. ആർക്കും പരിക്കില്ല എന്നതുകൂടിയുണ്ട്. സുജു ടി ബാബു ചേരുന്നു. സുജു, ഞാനിപ്പോൾ അവസാനം പറഞ്ഞതും സ്ക്രീനിൽ നമ്മൾ കാണുന്നതും ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ്സിൻ്റെ ഒരു വലിയ അപകടമാണ്. പക്ഷേ ആർക്കും പരിക്കൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിക്കാം. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായതാണോ? നിലയ്ക്കൽ എരുമേലി റോഡിലായിരുന്നോ സംഭവം? ശരത്ത്, അത് തന്നെ നിലയ്ക്കൽ എരുമേലി റോഡിലാണ് സംഭവം. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രമാത്രം വലിയൊരു അപകടമാണ് ഭാഗ്യവശാൽ ഒഴിവായിരിക്കുന്നത്. ഈ മരത്തിൽ തട്ടി നിന്നുകൊണ്ടാണ് വൻ അപകടം ഒഴിവായിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർക്ക് പരിക്കില്ല എന്നതും ആശ്വാസകരമായ വാർത്തയാണ്. നിരന്തരം പത്തനംതിട്ടയിൽ നമ്മൾ അപകട വാർത്തകൾ നൽകുമ്പോൾ ഇതും ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നു എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റൊരു അപകടം ശരത്ത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്ന അപകടമാണ്. അതായത് KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതിൽ 15 പേർക്ക് പരിക്കേറ്റെങ്കിലും ബസ്സിലെ ആർക്കും തന്നെ പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പമ്പയിൽ നിന്ന് എരുമേലിക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് വന്ന ചെയിൻ സർവീസ് ബസ്സും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ ഉണ്ടായ അപകടമാണ്. അതായത് പമ്പ ചാലക്കയത്തിന് സമീപമാണ് ഈ തീർത്ഥാടകരുമായി പോയ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ശരി, സുജുവാണ് ഈ രണ്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.